നമസ്കാരം. പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു അമ്മയും മോളും ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഒരു ജോഡി ഗപ്പീനെ വാങ്ങുകയും അത് അവരുടെ വീട്ടിൽ തന്നെ ബ്രീഡായി കിട്ടുകയും പിന്നീട് അതിന് ആ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് കുറച്ച് ആൾക്കാർ വരികയും പിന്നീട് അതിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയതിന് ശേഷം അവർ 10ഓളം വെറൈറ്റി വരെ ഇപ്പോൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഗപ്പീസിൻ്റെയും ഫൈറ്ററിൻ്റെയും ഫുഡ് വരെ അവരിപ്പോൾ സപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. പിന്നെ ഒരുപാട് ആൾക്കാരിപ്പോൾ ഗപ്പി ബ്രീഡിങ്ങിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരുപാട് പ്രവാസികളും ഒരുപാട് ലേഡീസും ഒരുപാട് കുട്ടികളൊക്കെ ഗപ്പി ബ്രീഡിങ് എന്ന ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ആദ്യം തന്നെ അവർ ഗപ്പി ബ്രീഡിങ് തുടങ്ങി ഒരുവിധം ഫസ്റ്റ് സ്ട്രെയിനൊക്കെ ബ്രീഡായി കിട്ടുമ്പോൾ തന്നെ നല്ല മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നാണ് സോഷ്യൽ മീഡിയാസൊക്കെ ഉണ്ട് ആവശ്യം പോലെ. അപ്പോൾ അതിലൊക്കെ നന്നായി പബ്ലിസിറ്റി കൊടുത്ത് മാർക്കറ്റ്, നിങ്ങളുടെ ഗപ്പികൾക്കുള്ള മാർക്കറ്റ് കണ്ടുപിടിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഗപ്പീസിനൊക്കെ നല്ല മാർക്കറ്റ് കണ്ടെത്തിയാലാണ് പുതിയ പെട്ടെന്ന് നിങ്ങൾക്ക് സെയിലാവുകയും പിന്നീട് നല്ല ന്യൂ സ്ട്രെയിൻസൊക്കെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗപ്പി ഫാം വികസിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വെറൈറ്റിയുടെയും കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ഒരു സാധ്യത. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗപ്പിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പബ്ലിസിറ്റി ഫസ്റ്റ് തന്നെ കൊടുക്കുക. അത് സോഷ്യൽ മീഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയാസ് വഴിയാണ് ഇപ്പോൾ ഒട്ടുമിക്കതും സെയിൽ നടക്കുന്നത്. അപ്പോൾ മാക്സിമം പബ്ലിസിറ്റി, അത് ഓരോ ബ്രീഡ് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം പബ്ലിസിറ്റി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗപ്പിയുടെ ക്വാളിറ്റിക്കുള്ള അനുസരിച്ചുള്ള റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വെറൈറ്റികളും ബ്രീഡായി കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റും കിട്ടുന്നില്ല, നമ്മുടെ കയ്യിൽ ഹോൾഡ് ആവുകയും ചെയ്യും. അപ്പോൾ അത് ഒരുപാട് ഗപ്പി ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞ തുടക്കക്കാരൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടണം. പിന്നെ അത് ഹോൾസെയിൽ വിലയ്ക്ക് വിൽക്കേണ്ടി വരും. നമുക്ക് ഉദ്ദേശിച്ച പൈസ കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ എല്ലാം കൂടി ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം നിങ്ങൾ മാക്സിമം പബ്ലിസിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ ബ്രീഡ് ചെയ്യേണ്ടത് നിങ്ങളൊരു ബ്രീഡറാണെന്ന് മറ്റുള്ളവരേക്ക് എത്തിക്കുക. അപ്പോൾ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അന്വേഷിച്ച് വരും ഗപ്പി നല്ല ക്വാളിറ്റി ആവശ്യമുള്ളവർ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് നിങ്ങളുടെ ഗപ്പിക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് പേരുള്ള കാരണം മാർക്കറ്റിംഗ് ഇനി കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ബിൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ ഒരു ചെറിയ ഗപ്പി ഫാം തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണ് എനിക്കിങ്ങനെ ഒരു ചിന്ത തുടങ്ങിയത്. ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഒരു ടൈം പാസ് പോലെ നോക്കിയതാണ്. എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു ഡിസൈനർ ബൊട്ടിക് ഉണ്ട്, പാട്ടരാക്കിലൊരു സ്ഥാപനം എനിക്കുണ്ട്. പക്ഷേ ആ സ്ഥാപനത്തോടു കൂടി തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫാമും കൂടി കൊണ്ടു നടന്ന് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ലോക്ക്ഡൗൺ തീർന്നപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇതെൻ്റെ മോളാണ് അനുപമ എന്ന് പറയും. അവൾ ഫാഷൻ ഡിസൈനറാണ്. അവൾ സെക്കൻഡ് ഇയർ. അവളാണ് ഇപ്പോൾ ഈ മീനെ കുറിച്ചൊക്കെ നോക്കുന്നതും ചെയ്യിക്കുന്നതൊക്കെ. ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 10 തരം വെറൈറ്റികളുണ്ട്. അതിനെ ബ്രീഡ് ചെയ്യിക്കുന്നതും ആർട്ടിമിയ വിരിയിക്കുന്നതും ക്യാച്ച് അതൊക്കെ അവളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയുള്ള വെറൈറ്റികളുടെ പേരൊക്കെ ഒന്ന് പറയൂ. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ 10 തരമാണ്. അതിൽ ആദ്യം കാണുന്നത് ഇലക്ട്രിക് ബ്ലൂ, പിന്നെ ജെറ്റ് ബ്ലാക്ക്, HB റെഡ്, ആൽബിനോ ഫുൾ റെഡ്, പിന്നെ ഫുൾ ഗോൾഡ്, പിന്നെ മിക്സ്ഡ് ഗപ്പി, പിന്നെ ഫൈറ്റർ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം മുട്ടയിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത്രയൊക്കെയാണ് ഉള്ളത്. ബാക്കിയുള്ളത് നമുക്ക് കാണാം. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെറിയ തൊട്ടിയിലാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ ആഴ്ചയിൽ 2 വട്ടം വെള്ളം മാറ്റും. കാരണം നമ്മൾ കൊടുക്കുന്ന വേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര മേത്ത് പൂപ്പുല് പോലെ വരും. അതുകൊണ്ടാണ് അത് മാറ്റാൻ കാരണം. പിന്നെ ആർട്ടിമിയ അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് കൊടുക്കുക. എനിക്കിത് ലൈഫ് ഫുഡായിരിക്കും കൊടുക്കുക. കാരണം അതായത് പെട്ടെന്ന് നല്ലപോലെ ഭംഗി വയ്ക്കും, പെട്ടെന്ന് വലുതാവൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക, ആർട്ടിമിയയുടെ വിരിയിപ്പിക്കുന്നതാണ് എന്നിട്ട് കൊടുക്കുക. പിന്നെ ഈ ഗപ്പി ഫീൽഡിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ അമ്മേരെ കടയിൽ കൊണ്ടു വെച്ചിട്ടാണ് ഞാൻ കാണുന്നത് മീനുകളെ. അപ്പോൾ അത് കൗതുകത്തിൽ വളർത്തണതാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു 10 വെറൈറ്റി ബ്രീഡൊക്കെ എടുത്തില്ലേ? സെയിലൊക്കെ തുടങ്ങിയപ്പോൾ സെയിൽ നടത്താറുണ്ട്.
ഇപ്പോൾ അടുത്തുനിന്നൊരു കുട്ടി ഒന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു ബ്രീഡിനെ. അത് പാറ്റി ഇനി അവർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇവിടുന്ന് സെയിലൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ? സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടും അതുപോലെ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെയാണ് നമ്മളിത് സെയിൽ നടത്തുന്നത്. അത്യാവശ്യം നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് കൊറിയർ സർവീസും ഉണ്ട്, നമ്മൾ തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ആളുകളൊക്കെ നമ്മുടെ നിന്ന് വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട്. വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് മൂവിങ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെറൈറ്റികളെല്ലാം കാണാം, പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം. ഇതേത് ഐറ്റം പറഞ്ഞാൽ? ഡെംബോ മൊസൈക്ക്. ഡെംബോ മൊസൈക്ക് അല്ലേ? ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ? അത്യാവശ്യം ഇപ്പോൾ ഇത് കുറച്ച് പാറ്റി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ പാറ്റി ഉണ്ടായിട്ടുണ്ട്, കൊടുക്കാനുള്ള ആയിട്ടുണ്ടല്ലേ? ഇത് എത്ര റേറ്റ് വരുന്നത്? ഇതിന് റീറ്റെയിൽ 250 ആയിട്ടാണ്. അത് അത്യാവശ്യം 10 ജോഡിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 200 രൂപയ്ക്ക് കൊടുക്കും. 200 രൂപയ്ക്കൊക്കെ കൊടുക്കാനുണ്ട്. അത്യാവശ്യം നല്ല ബ്രീഡിങ് സൈസ് ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. അത്യാവശ്യം അതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് കൊടുക്കാനുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ആണല്ലേ? അതെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇതിൻ്റെ ഇയറാണ് പ്രത്യേകത. അത് നല്ല ഭംഗിയുണ്ടാവും, ഇയർ നല്ലപോലെ വലുതായിട്ട് കാണും. പിന്നെ അതിൻ്റെ വാലിനും കാണുമ്പോൾ ഒരു കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. മൊസൈക്ക് ടൈപ്പിൽ തന്നെ ഡെംബോ ഇയറാണല്ലോ. ഇതിന് ഇത് കുറച്ച് മെച്യൂരിറ്റി കൂടുന്നതോറും അതിൻ്റെ കളർ, ഇയറിൻ്റെ കളറും കൂടി വരില്ലേ? അടുത്ത വെറൈറ്റി ഏതാ പറഞ്ഞാൽ? ഇതേത് ഐറ്റം? ഇത് ബ്ലൂ ഈഗിള്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇതിന് 250 ആണ്. പിന്നെ ജുവനൈൽ സൈസ് ആണ് കൂടുതൽ മേടിച്ച് കൊണ്ടുപോകുക. കാരണം അവിടെ തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം അധികം ചത്തുപോകില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് എത്ര റേറ്റ്? രണ്ട് സൈസിനും റേറ്റ് വ്യത്യാസം ഉണ്ടല്ലേ? രണ്ടിനും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം? ഉണ്ട്. അത് ജുവനൈൽ സൈസ് നമ്മുടെ കൊടുക്കാനുള്ളത്. അതിന് 200 രൂപ. 200 രൂപ പെയർ റേറ്റ് 200 രൂപ ഉണ്ടല്ലേ? ഇതിപ്പോൾ ഹോൾസെയിലായിട്ട് നമുക്ക് കൊടുക്കാനുണ്ടാവും? ഉണ്ടാവും, 20 പേരോളം നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ടല്ലോ, കൊടുക്കാനുണ്ടല്ലേ? ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ റേറ്റ് ഒക്കെ എന്തെങ്കിലും കുറവുണ്ടാവില്ലേ? കുറവുണ്ടാവും. ഇതേത് ഐറ്റം തന്നെ? ഇത് ബ്ലാക്ക് കോബ്രയാണ്. അതിന്റെ വാല് നമുക്ക് കാണാൻ മനസ്സിലാവില്ല, വലുതായിട്ട് കാണുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. നല്ല ലെങ്ത് ഉള്ള ടൈലായിരിക്കും. മാത്രമല്ല നല്ലപോലെ വിടർന്ന് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ അത് ഭംഗിയുണ്ട്. അതിന് മെയിലിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഫീമെയിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് റീറ്റെയിൽ വില 250. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ 180 ആ റേറ്റിൽ കൊടുക്കും. 180 അല്ലേ? അത് മറ്റേ ഹോൾസെയിലായിട്ടല്ലേ? ഹോൾസെയിലായിട്ട്. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം കൊടുക്കാനുണ്ട്? അപ്പോൾ 30 പീസോളം കൊടുക്കാനുണ്ട്. പിന്നെ അത് പാറ്റി ഉണ്ടാവുന്നുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം ഉണ്ട്. ഹോൾസെയിലായിട്ട് നമ്മളിപ്പോൾ കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കൂല്ലോ ഇതൊക്കെ? കൊറിയറായിട്ടൊക്കെ കൊടുക്കും. ഇത് പർപ്പിൾ മൊസൈക്ക് റെഡ് ലൈനേജ് ആണ്. ഇതിപ്പോൾ കൊടുക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ? ഇതിപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ റീറ്റെയിലായിട്ട് വരുന്നത് 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോൾസെയിലാകുമ്പോൾ നമ്മൾ 120 രൂപയ്ക്ക് കൊടുക്കും. അത്യാവശ്യം നമുക്ക് 10-30 പേരിൻ്റെ അടുത്ത് നമ്മുടെ ഉണ്ട് കൊടുക്കാനുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ആവശ്യക്കാർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. ഇത് ജെറ്റ് ബ്ലാക്ക്. എത്ര റേറ്റ് പറഞ്ഞത്? ഇത് റീറ്റെയിലായിട്ട് 150. നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ 120 കൊടുക്കും. 120. അത്യാവശ്യം പേരുകളുണ്ട്, കൊടുക്കാനുണ്ടല്ലോ. ഇത് നമ്മൾ കേരളത്തിലെ എവിടെയും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. ശ്രീമാരുതി, ST കൊറിയർ, എല്ലായിടത്തേക്കും നമുക്ക് കൊറിയറൊക്കെ അയച്ചു കൊടുക്കണ്ടല്ലേ? അതിന് എക്സ്ട്രാ ചാർജ് നമുക്ക് വരില്ലേ? കൊറിയർ ചാർജ് ഉണ്ട്. ഇത് ഇലക്ട്രിക് ബ്ലൂ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ബ്രീഡിലാണ്. നമുക്ക് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരണത് നമുക്കൊരു 130 റീറ്റെയിലായിട്ട് നമ്മൾ 150 കൊടുക്കണു. പിന്നെ ഒരു 50ഓളം പേര് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതിനുണ്ട്, കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഗപ്പി ഫീൽഡിലേക്ക് വന്നത് ഈ ഗപ്പിയിൽ നിന്ന് തന്നെയാണല്ലേ? നമുക്ക് ഇതിൽ നിന്ന് തന്നെ വരാൻ പറ്റിയിട്ടുള്ളത് അധികം. ഇലക്ട്രിക് ബ്ലൂ അല്ലേ? ഇലക്ട്രിക് ബ്ലൂ.
ഇതേത് ഐറ്റം തന്നെ? ഇത് വരുന്നത് ഫുൾ ഗോൾഡ്. ഫുൾ ഗോൾഡ്. ഇതിപ്പോൾ റേറ്റ് റീറ്റെയിൽ വരുന്നത് 300. ഹോൾസെയിൽ എടുക്കണം. ഹോൾസെയിലായിട്ട് നമ്മൾ 250 കൊടുക്കും. ഇതിപ്പോൾ അത്യാവശ്യം കൊടുക്കാനുണ്ട്. അത്യാവശ്യത്തിന് വേദയായിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 50 പേരോളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് ഓക്കെ ഓക്കെ. ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ജൂനിയറായിട്ട് കൊടുക്കാനുള്ളതുണ്ട്. ഇതേത് ഐറ്റം തന്നെ? ഇത് സിൽവർ റാഡോ റിബൺ ടൈപ്പ് അല്ലേ? ഇതിലിപ്പോ റിബൺ ഇല്ലാത്തതുണ്ട് ഇറങ്ങുമല്ലേ? അപ്പോൾ റേറ്റ് എങ്ങനെയാ പറഞ്ഞാൽ? ഇത് റിബൺ ഉള്ളതിന് പെയർ 400, റിബൺ ഇല്ലാത്തത് പെയർ 200. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു 50 പെയറോളം ഉണ്ട് കൊടുക്കാനുണ്ടല്ലേ? നല്ല അടിപൊളി ക്വാളിറ്റി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ണ് വന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നമുക്ക് LED ലൈറ്റ് ഇട്ട പോലെ തോന്നുന്ന അങ്ങനെ ഒരു ഇതാണ്. കാരണം നല്ല ഗ്ലേസിങ് ഉള്ള ഇതാണ്. അതിൻ്റെ ബ്ലൂ ബോഡിയിൽ നമ്മളൊരു കറുത്ത തൊട്ടിയിൽ ഇടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നല്ല ലൈറ്റ് കത്തുന്ന പോലെയാണ് നമുക്ക് തോന്നുക, LED ലൈറ്റ് പോലെയാണ് തോന്നുക. പിന്നെ അതിന്മേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിൽ ബ്ലൂ ബോഡിയുമേ റെഡ് കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് അതിൻ്റെ വാല്. അതൊരു ഭംഗിയെ കാണാനാണ്, രാത്രി നേരത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിനൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത്? ഫുഡ് നമ്മൾ ആർട്ടിമി തന്നെയാണ് മിക്കതും കൊടുക്കുക. ആർട്ടിമി കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ പെട്ടെന്ന് പാറ്റി കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് വലുതാവുന്നുണ്ട്. ഇവിടെ എനിക്ക് ഒരുപാട് അങ്ങനെ വലുതായി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ആർട്ടിമി തന്നെയാണ് കൊടുക്കുന്നത്. ലൈഫ് ഫുഡ് തന്നെ മിക്കതും കൊടുക്കുകയുള്ളൂ. ഇതിൻ്റെ പേര് HB റെഡ് ഹൈഡോർസെൽ. ഹലോ, ഇതിൻ്റെ പേര് വന്നിട്ട് HB റെഡ് ഹൈഡോർസെൽ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോർസെല്ലാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാക്ക് ബോഡിയാണ്, റെഡ് ടെയിലാണ്. ഹൈഡോർസെൽ നടുഭാഗത്തുനിന്ന് വളർന്നു വരുന്ന ഒരു വാലിനെയാണ് ഹൈഡോർസെൽ എന്ന് പറയുക. ഇത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ വീഡിയോയിൽ കാണുന്നത് ജൂനൈൽ സൈസാണ്. ഇതിൻ്റെ ബ്രൂഡ് അല്ലെങ്കിൽ അഡൽട്ട് സൈസ് ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി നമുക്ക് മനസ്സിലാകാൻ പറ്റുക. ബ്രൂഡിനാണെങ്കിൽ 250 രൂപയ്ക്കാണ് ഇവിടെ റീറ്റെയിലിൽ സെയിൽ ചെയ്യുന്നത്. ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ 200 രൂപയ്ക്ക്. ഈ കാണുന്ന വീഡിയോയിലുള്ള ജൂനിയൽ സൈസ് നമ്മൾ ഹോൾസെയിൽ 150 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 30 തൊട്ട് 40 വരെ കുട്ടികൾ ഓരോ അഡൽട്ടിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഒരു മീനാണ്, പെട്ടെന്ന് സെറ്റാവണതാണ്. ഇപ്പം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ഇത് വന്നിട്ട് ആൽബിനോ ഫുൾ റെഡ് ആണ്. ആൽബിനോസാണ് ഇതിൻ്റെ പ്രത്യേകത. റെഡ് ഐ ആണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ച് സെൻസിറ്റീവായിട്ടുള്ളൊരു മീനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കെയർ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. നമ്മളിത് തൊട്ടിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് വന്നിട്ട് 250 രൂപയാണ് റീറ്റെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ജൂനിയൽ സൈസ് ഒരു 200 റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ കാണുന്ന കുട്ടി ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച വലിപ്പമുള്ള കുട്ടീനെയാണ് അതിൽ കാണുന്നത്. അതൊക്കെ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാനായിട്ടുണ്ടാവും. 200 രൂപ റേറ്റിൽ ഹോൾസെയിലായിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ മിനിമം 10 പീസ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഇത് ഒരു 30 പേരോളം നമ്മുടെ കയ്യിൽ ഉണ്ട്. അഡൽട്ടിനെ കൊടുക്കാറായിട്ടില്ല, അഡൽട്ടിനെ കൊടുക്കില്ല. ബ്രൂഡ് ജൂനൈൽ സൈസ് ആയിട്ടുള്ള തന്നെ ഒരു 30 പേരോളം നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. ഇത് വന്നിട്ട് പ്ലാറ്റിനം റെഡ് ടൈൽ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഓൾഡ് ലൈനേജാണ്. ഇയർ ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് വരാത്തൊരു ഐറ്റമാണ്. ഇത് വന്നിട്ട് ബിഗിനേഴ്സിനും അതേപോലെ ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള ഒരു ഐറ്റമാണ്, കുറഞ്ഞൊരു ഐറ്റമാണ്. ഇത് വന്നിട്ട് 60 രൂപ 70 രൂപ ആ റേഞ്ചിലാണ് റീറ്റെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു 50-60 പെയർ നമ്മുടെ കയ്യിലിപ്പോൾ സംഭവമുണ്ട്. ഇതിനും നമ്മൾ ആർട്ടിമിയും അതേപോലെ മൊയിന തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വാലിന് നന്നായി കളർ കയറും. ഇയർ ക്വാളിറ്റി കുറച്ച് കുറവാണ്. ഏകദേശം ഒരു 60 പേരോളം നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. ഇവിടെ പിന്നെ ഗപ്പികൾ കൂടാതെ കുറച്ച് ഫൈറ്ററും ചെയ്യണ്ടല്ലേ? ഫൈറ്റർ നമ്മളിത് തായ്ലാൻഡിൽ നിന്ന് ഒരു കൂട്ടുകാരൻ ഇറക്കണതാണ്. അതായത് ഒരു ഫാമിലി ഫ്രണ്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ബോക്സ് ആയിട്ട് എടുക്കുന്നതാണ് അവൻ്റെ നിന്ന് ഒരു 10-20 പേർ മേടിച്ചിട്ട് നമ്മളിവിടെ ഹോം ബ്രീഡ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഇനിയുണ്ട് ഒരു 5 തരം കൂടി ഉണ്ട്. OHM HM ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. ഇപ്പം നമ്മളത് ബ്രീഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത്. ഇത് നമ്മൾ സെയിലിനായിട്ട് ഇല്ല, ഇത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഫൈറ്റർ ചെറിയ രീതിയിലുള്ള ഇപ്പോൾ ഒരു 20 എണ്ണമൊക്കെയാണ് നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ നമുക്കത് അതിൻ്റെ കുട്ടികളൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ കൊടുക്കാറായതുണ്ട് അതിന് കുഞ്ഞുങ്ങളിപ്പോൾ?
കുട്ടികൾ ആയി വരണുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ, കളർ കയറി വരണുള്ളൂ. ആർട്ടിമിയ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊരു 3 മാസം കഴിയുമ്പോഴേക്കൊക്കെ കൊടുക്കാനായിട്ടുണ്ടാവും. ഈ അഗ്രസീവ് ഇത് നിൽക്കണതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പക്ഷേ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് നമുക്ക് സെയിലിന് ഉണ്ടാവില്ല. ഇതിൻ്റെ കുട്ടികൾ ഇറങ്ങുമ്പോൾ ഹോം ബ്രീഡ് ആയതുകൊണ്ട് ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹോൾസെയിൽ വന്നിട്ട് 70 രൂപ 80 രൂപ റേഞ്ചിൽ ആണ് കൊടുക്കുന്നത്. OHM HM മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ റീറ്റെയിലാണെങ്കിൽ 120 130 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ 250 രൂപ വരെ ഇവിടെ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട്. ഡിമാൻഡുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗപ്പി ഫാമിലെ വിശേഷങ്ങൾ. നമുക്കിവിടെ ഗപ്പികൾക്കും അതുപോലെ ഫൈറ്ററുകൾക്കുള്ള ഫീഡ് നമ്മൾ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ന്യൂട്രീനിയ ഫീഡാണ് നമ്മൾ കൊടുക്കണത്. പ്രീമിയം ന്യൂട്രീനിയ ഫീഡാണ്. അത് നമ്മൾ ആവശ്യക്കാർക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നിന്ന് ഗപ്പീസ് വാങ്ങിക്കുന്നവർക്കും അല്ലെങ്കിൽ ഫൈറ്ററിനെ വാങ്ങിക്കുന്നവർക്കും നമ്മൾ കൊറിയറായിട്ട് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മീനുകൾ ആവശ്യമുള്ളവരും അതുപോലെ ഫുഡ് ആവശ്യമുള്ളവരും നമ്മുടെ നമ്പറിൽ വിളിക്കുക. നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് കൊറിയർ സർവീസ് ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെയായാലും നമ്മളത് കൊറിയർ എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വിളിക്കാം. നമ്പർ നമ്മുടെ ഇൻബോക്സിലുണ്ടായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല ഗപ്പി ബ്രീഡർ വിശേഷങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതിനു മുമ്പായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു നല്ല ഗപ്പി ബ്രീഡറാണോ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണോ, എന്തെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ അങ്ങനെ എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മളെ സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. തുടക്കക്കാർ നല്ല മാർക്കറ്റിംഗ് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് കൂടുതൽ വെറൈറ്റി ബ്രീഡുകളെ ബ്രീഡ് ചെയ്യിക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. അപ്പോൾ ഇനി അടുത്ത നല്ല ഒരു കിഡിലൻ ബ്രീഡറുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.